അഡ്വക്കേറ്റ് കെ അനിൽകുമാറിലേക്ക് വരുന്നു. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് കാലാനുസൃതമായ മാറ്റമാണ് ഈ സ്വകാര്യ സർവകലാശാല ബിൽ എന്നാണ്. കാലാനുസൃതമായ മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 8 വർഷങ്ങൾക്ക് മുമ്പ് കാലം ഇത്തരത്തിലൊരു മാറ്റം ആവശ്യപ്പെട്ടിരുന്നില്ലേ? 20 വർഷങ്ങൾക്ക് മുമ്പ് കാലം ഇങ്ങനെയൊരു മാറ്റം ആവശ്യപ്പെട്ടിരുന്നില്ലേ? വൈകിയെത്തിയ വിവേകമെന്ന് പറയുന്നതല്ലേ ശരി? അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. കൂത്തുപറമ്പിൽ അവിടെ സർക്കാരിൻ്റെ സ്ഥലത്ത് ഒരു സ്വാശ്രയ കോളേജ് സ്വകാര്യ ട്രസ്റ്റിൻ്റെ പേരിൽ ആരംഭിക്കുന്ന വിഷയത്തിലാണ് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായതും 5 രക്തസാക്ഷികൾ കൊല്ലപ്പെട്ടതും സഖാവ് പുഷ്പൻ 30 കൊല്ലത്തോളം ദീർഘജീവിതത്തിന് ശേഷം രക്തസാക്ഷിയായതും. അത് സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടൊരു കാര്യമേ ആയിരുന്നില്ല, പൊതുസ്വത്ത് കൊള്ളയടിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് ഉന്നയിച്ചിട്ട് ചരിത്രപരതയിൽ നിന്നുകൊണ്ട് ഞങ്ങളെന്തോ തെറ്റു ചെയ്തവരാണ്, ഇപ്പോൾ വേണ്ട തെറ്റ് തിരുത്തുന്നു, നയം മാറ്റുന്നു എന്നൊക്കെ ഞങ്ങളെ ആക്ഷേപിക്കാൻ ഉപയോഗിക്കാറുണ്ട്. സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഞങ്ങൾ തലകുനിച്ചല്ല നിൽക്കുന്നത്. അതിന് കാരണം നമ്മുടെ രാജ്യത്ത് വിദേശ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യ സർക്കാരാണ്. അവരതുമായി ബന്ധപ്പെട്ടൊരു നയം കൊണ്ടുവന്ന് കഴിഞ്ഞു. ആ നയത്തിൻ്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്ത് സ്വകാര്യ സർവകലാശാലകളും ആരംഭിച്ചിട്ടുണ്ട്, വിദേശ സ്വകാര്യ സർവകലാശാലകളും ആരംഭിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ അത് ആരംഭിക്കുന്ന ഘട്ടത്തിൽ അത്തരം സംസ്ഥാനങ്ങളൊന്നും തന്നെ തങ്ങളുടെ പ്രദേശത്തിന് ഗുണകരമായി, തങ്ങളുടെ സംസ്ഥാനത്തിന് ഗുണകരമായി അവയെ നിയന്ത്രിക്കാനുള്ള നിയമം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഉദാഹരണമായി കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട AK ആന്റണി പറഞ്ഞു, 2 സ്വാശ്രയ കോളേജ് സമം ഒരു സർക്കാർ കോളേജ്, 50% സീറ്റ് മെറിറ്റിലായിരിക്കും. അപ്പോൾ 2 സ്വാശ്രയ കോളേജ് സമം ഒരു സർക്കാർ കോളേജ്. ആന്റണി പറഞ്ഞതല്ലാതെ നിയമമാക്കിയില്ല. അതിനുശേഷം എന്ത് സംഭവിച്ചു? വാഗ്ദാനം ചെയ്തവർ എന്നെ വഞ്ചിച്ചു, ഞങ്ങളെ വഞ്ചിച്ചു എന്ന് നിലവിളിച്ച് നടന്നതല്ലാതെ കേരളത്തിൽ പിന്നെ നടന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷ ജനാധിപത്യമുന്നണിക്ക് നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത്, UDF സർക്കാരിൻ്റെ കാലത്ത് ഇവിടുത്തെ പൊതുസ്ഥാപനങ്ങളെ തകർത്ത്, പൊതു സ്കൂളുകളെ തകർത്ത്, പൊതു കോളേജുകളെ തകർത്ത്, സർക്കാർ ബന്ധപ്പെട്ട സർവകലാശാലകളെ തകർത്ത് അത് കച്ചവടം ചെയ്യാനുള്ള പദ്ധതിയുമായിട്ടാണ് വന്നത്. ഇപ്പോഴതല്ല. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇന്നത്തെ നിയമപ്രകാരം കടന്നു വരുന്ന വിദേശ സർവകലാശാലകൾ കേരളത്തിലെത്തുമ്പോൾ തമിഴ്നാട്ടിലില്ലാത്ത നിയന്ത്രണം അവർക്ക് ഞങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഗുജറാത്തിൽ ഇന്ന് UK ഒരു സർവകലാശാല ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, താങ്കൾ വിദേശ സർവകലാശാല എന്നാണ് പറയുന്നത്. നിലവിൽ വിദേശ സർവകലാശാലകളല്ലല്ലോ, സ്വകാര്യ സർവകലാശാലയല്ലേ? അതെ, ഞാൻ പറയുന്നത് വിദേശ സർവകലാശാലയാണെങ്കിലും സ്വകാര്യ സർവകലാശാലയാണെങ്കിലും നമ്മുടെ രാജ്യത്ത് അത് യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിക്കുമ്പോൾ ഒരു നിയമവും ബാധകമല്ലാത്തിടത്ത് ഞങ്ങൾ മലയാളികൾക്ക് 40% സീറ്റ് കൊടുത്താലേ. അതൊരു ചർച്ചാ വിഷയമായതുകൊണ്ടാണ് സ്വകാര്യ സർവകലാശാല ഒന്ന്, വിദേശ സർവകലാശാല മറ്റൊന്ന്, രണ്ടിനെയും അടിസ്ഥാന പ്രമാണങ്ങൾ ഒന്നാണെങ്കിൽ പോലും. പക്ഷേ വിദേശ സർവകലാശാലയ്ക്ക് അനുമതി തത്വത്തിൽ പാർട്ടി നൽകിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ആലോചന നടക്കുന്നതേ ഉള്ളൂ. താങ്കൾ പറഞ്ഞു വരുന്നത് രണ്ടും ഒരേപോലെ അംഗീകരിച്ചിരിക്കുന്നു പാർട്ടി എന്നാണ്. അല്ല, അതിൽ പാർട്ടി വ്യക്തമായ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വിദേശ മൂലധനം വരുന്ന സന്ദർഭത്തിൽ എന്ത് വേണമെന്നുള്ളത് CPM-നെ സംബന്ധിച്ച് ദില്ലിയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ തീരുമാനമെടുത്തിട്ടുള്ള കാര്യമാണ്. അതിൽ ആധുനിക സാങ്കേതികവിദ്യ ലഭ്യമാകുന്നതാണെങ്കിൽ സ്വീകാര്യമാകും. വിദേശ സർവകലാശാല പാടില്ല എന്നല്ല പാർട്ടിയുടെ നിലപാട്. നമ്മുടെ രാജ്യത്തേക്ക് ലക്കുകെട്ട വിധം ഇന്നത്തെ നമ്മുടെ സർവകലാശാലകളെ ദുർബലപ്പെടുത്തുന്ന വിധം അത് വരാൻ പാടില്ല. ഞങ്ങളുടെ ഒന്നാമത്തെ ക്ലെയിം എന്താണ്? ഈ 9 കൊല്ലക്കാലത്തെ പിണറായി സർക്കാർ സർവകലാശാലകളെ മെച്ചപ്പെടുത്തിയോ? ഞങ്ങളിവിടുത്തെ സർവകലാശാലകളെ മെച്ചപ്പെടുത്തിയോ ദുർബലപ്പെടുത്തിയോ എന്നതിനൊരു കണക്ക് ഇന്ന് പറയാം. ഇന്നത്തെ മലയാള മനോരമയിലെ റിപ്പോർട്ടറിനെ ഞാൻ വായിക്കാം. അതിൽ പറയുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് 2011-12 കാലത്ത് എത്രത്തോളം ആളുകളാണോ നമ്മുടെ 23 വയസ്സിനും 17 വയസ്സിനും ഇടയ്ക്ക് 18 വയസ്സിനും ഇടയ്ക്ക് ഇവിടുത്തെ സംസ്ഥാന സർവകലാശാലകളിൽ ചേർന്നിരുന്നത്, അതിൻ്റെ ഇരട്ടി ആളുകൾ, അതായത് 21.3% ഉണ്ടായിരുന്നത് 41.8% വർദ്ധിച്ചിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? കേരളത്തിലെ LDF ഭരണകാലത്ത് കോളേജുകൾ ശക്തിപ്പെടുത്തി, സർവകലാശാലകൾ ശക്തിപ്പെടുത്തി, സ്കൂളുകൾ ശക്തിപ്പെടുത്തി.
നിലവിലുള്ള സംവിധാനം സ്വകാര്യ സർവകലാശാലകളാക്കി മാറ്റലല്ല ഞങ്ങളുടെ പദ്ധതി. ഇപ്പോൾ ഒരു സ്റ്റേക്ക് ഹോൾഡർ വന്ന് പുതുതായിട്ട് സ്ഥലം വാങ്ങി അവർ സ്ഥാപനം ആരംഭിക്കുമ്പോൾ 40% മലയാളിക്ക് അഡ്മിഷൻ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ നിയന്ത്രണത്തിന് വിധേയമായി പ്രവർത്തിക്കാൻ തയ്യാറായാൽ അവർക്ക് അനുവാദമാകും. ഇത് ഈ നിയമം ഉണ്ടാക്കിയില്ലെങ്കിലോ? ഞങ്ങൾക്ക് നിയമം ഉണ്ടാക്കാതിരിക്കാം. നിയമം ഉണ്ടാക്കാതിരുന്നിട്ട് കേന്ദ്രം കടൽ കുഴിച്ചുകൊണ്ട് പോവുകയാണ്. കേന്ദ്രത്തിൻ്റെ അധികാരത്തിലാണ്, അവർ കടൽ കുഴിക്കുകയാണ്. നമുക്ക് എതിർക്കാൻ മാത്രമേ അധികാരമുള്ളൂ. അങ്ങനെ കേന്ദ്ര സർക്കാർ കടന്നു കയറി ചെയ്യുമ്പോൾ അവർക്ക് തടയിടാനുള്ള നിയമങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും അവശ്യ ബാധ്യതയാണ്. അത് ചെയ്യുന്ന ഇന്ത്യയിലെ ഏക സർക്കാർ. എൻ്റെ ചോദ്യം, 2016 ജനുവരി മാസം 29-ാം തീയതി ആഗോള വിദ്യാഭ്യാസ സംഗമത്തിൽ ഇതേ ആശയമല്ലേ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്? അന്ന് പാർട്ടിക്ക് ഈ ധാരണ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അല്ല അന്ന് നമ്മുടെ നിലവിലുള്ള സർവകലാശാലകളെ സ്വകാര്യവൽക്കരിക്കുന്ന പദ്ധതിയുമായിട്ടാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി വരുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നമ്മുടെ കേരളത്തിൽ പ്രീ ഡിഗ്രി ബോർഡിന് നിർദ്ദേശം ഉണ്ടായി. പ്രീ ഡിഗ്രി ബോർഡ് തിരിച്ചു വന്നോ? ായിരുന്നില്ലല്ലോ ലക്ഷ്യം. സ്വകാര്യ സർവകലാശാലകളെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ടല്ലേ ആലോചന? ഇപ്പൊ കേരള സർവകലാശാലയോ കാലിക്കറ്റ് സർവകലാശാലയോ സ്വകാര്യവൽക്കരിക്കാനല്ലോ ആഗോള വിദ്യാഭ്യാസ സംഗമം സംഘടിപ്പിച്ചത്. അവിടെ ഒരു തർക്കം എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പണം കൊടുക്കാതിരിക്കുക, ആ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക. നിങ്ങളതിൻ്റെ ഊന്നൽ കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾക്ക് തലയുയർത്തുമെന്ന് പറയാൻ കഴിയുന്ന കാര്യം എന്താണ്? ഇന്ത്യ രാജ്യത്തെ സർവകലാശാലകളുടെ റേറ്റിംഗ് നോക്കുമ്പോൾ നാക് അക്രഡിറ്റേഷനിൽ കേരളത്തിലെ 3 സർവകലാശാലകൾ 9, 10, 11. ഈ സർവകലാശാലയിൽ ബിരുദ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. 37%. ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 40%. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ പഠിക്കാനിൽ ആളില്ല. അതിന് കാരണം എന്താണ്? കേരളത്തിൽ നിന്ന് 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ വിവിധ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നു. അതിന് കാരണം മറ്റു പലതാണെങ്കിലും ഇതൊക്കെ 8 വർഷം മുമ്പ് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ വിപത്ത് ഒഴിവാക്കാമായിരുന്നു. ഒരു വിപത്ത് സംഭവിച്ചിട്ടില്ല. ഒന്ന്, ഇന്ത്യ രാജ്യത്തു നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ എക്സോഡസ് എന്ന് പറഞ്ഞ പ്രവണതയ്ക്ക് വിദേശത്തേക്ക് പോകുന്ന കേരളത്തിൽ നിന്നല്ല. ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾ പോകുന്ന മഹാരാഷ്ട്രത്തിൽ നിന്നാണ്, പഞ്ചാബിൽ നിന്നാണ്, ഹരിയാനയിൽ നിന്നാണ്, തെലുങ്കാനയിൽ നിന്നാണ്. കേരളം 7ാമത്തെയോ 8ാമത്തെ സ്ഥാനത്തേ ഉള്ളൂ. കണക്ക് വെച്ച് സംസാരിക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾ തലകുനിക്കാത്ത കാരണം എന്താണ്? ഞങ്ങൾ ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങൾ ശക്തിപ്പെടുത്തി കഴിഞ്ഞു. സർവകലാശാല വിഷയമാണ്. Debate with Dr. Arun Kumar.